السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ ആയത്താണ് ഇന്നലെ നാം വിശദീകരിച്ചിരുന്നത്. ആ ആയത്തിൽ അടങ്ങിയ പാരായണ വ്യാകരണ നിയമങ്ങളെക്കുറിച്ചും ആ ആയത്തിലടങ്ങിയ ഓരോ പദങ്ങളെക്കുറിച്ചുമൊക്കെ ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ ആയത്തിലെ ആശയങ്ങളെക്കുറിച്ചാണ്. أعوذ بالله من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. إن في خلق السماوات والأرض, നിശ്ചയമായും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലും മാറി മാറി വ്യത്യാസപ്പെടുന്നതിലും വൽ ഫുൽക്കില്ലത്തി തജ്രീ ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ്, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളെയും കൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة. ആകാശത്തു നിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമിയുടെ നിർജീവ അവസ്ഥയ്ക്ക് ശേഷം അതിനെ സജീവമാക്കി അതിൽ എല്ലാത്തരം ജീവജന്തുക്കളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെടുന്ന മേഘത്തിന്റെയും കാറ്റുകളുടെയും നടത്തിപ്പിലും ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ മനസ്സിനെ തൊട്ടുണർത്തുകയാണ് ചെയ്യുന്നത്. വിശ്വാസികൾ കേവലം ആരാധനകൾ നിർവഹിച്ച് ധ്യാനങ്ങൾ മാത്രം നടത്തി
ചില അനുഷ്ഠാനങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളല്ല, മറിച്ച് വിശ്വാസത്തോടൊപ്പം തന്നെ ചിന്തയെ അതിൻ്റെതായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന നല്ലവരായ ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകളാകുന്നു യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം രൂഢമൂലമാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കേവലം അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ധാരണ എന്നുള്ളതല്ല, മറിച്ച് അല്ലാഹുവിന്റെ കഴിവിനെക്കുറിച്ചും അല്ലാഹുവിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അല്ലാഹു ഈ ലോകത്ത് ഒരുക്കി വച്ചിട്ടുള്ള മഹാവിസ്മയങ്ങളായിട്ടുള്ള അത്യത്ഭുതങ്ങളായിട്ടുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായും മനുഷ്യൻ ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥ വിശ്വാസിയാവുക സാധ്യമല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായും വരച്ച് കാണിച്ചു തരുന്ന ഒരു ചിത്രം ഈ ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ചും സമുദ്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെപ്പോഴും വിസ്മയത്തോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന കപ്പലുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ മനസ്സിനും ശരീരത്തിനും കുളിരേകുന്ന ഭൂമിയെ തന്നെ യഥാർത്ഥത്തിൽ കൃത്യമായും അതിനെ കുളിർ അണിയിപ്പിക്കുന്ന മഴയെക്കുറിച്ചും ആ മഴ മൂലമുണ്ടാകുന്ന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സസ്യലതാദികളെക്കുറിച്ചും ഇങ്ങനെ പ്രപഞ്ചത്തിൽ മനുഷ്യൻ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ട് അവഗണിച്ചു തള്ളിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് മനുഷ്യന്റെ ചിന്തയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാത്രവുമല്ല, മനുഷ്യൻ നിത്യേന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകളെക്കുറിച്ച്, അതോടൊപ്പം ആ കാറ്റിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് വ്യാപരിച്ചു കിടക്കുന്ന വ്യത്യസ്തങ്ങളായ ജന്തുക്കളെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും ചിന്തിക്കുന്നതോടുകൂടി തന്നെ ആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ തന്റെ സൃഷ്ടാവിന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ ഓരോ മനുഷ്യനും അവന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം വളർത്തിക്കൊണ്ടുവരുവാനും ആ സൃഷ്ടാവിന്റെ ശിക്ഷയെക്കുറിച്ചും ആ സൃഷ്ടാവ് ഒരുക്കി വച്ചിട്ടുള്ള പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുവാനുള്ള ബോധം അവന്റെ മനസ്സിലുണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഈ ആയത്തുകളിൽ അടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായി നാം മനസ്സിലാക്കേണ്ടത്, നാം ധരിക്കേണ്ടത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മനുഷ്യനോട് പറയുന്നത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. എന്താണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഇത്ര വലിയ കാര്യങ്ങൾ പറയാനുള്ളത്? മനുഷ്യനിപ്പോഴും ചിന്തിച്ചിട്ടും മനനം നടത്തിയിട്ടും പൂർത്തീകരിച്ചിട്ടില്ലാത്ത വലിയ വലിയ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ അറിവുകൾ ഇപ്പോഴും ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജിയോളജിയും ജിയോഗ്രഫിയും അതോടൊപ്പം തന്നെ ആകാശങ്ങളെ സംബന്ധിച്ച് മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങളുടെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള ആസ്ട്രോണമിയുമൊക്കെയും ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പഠനം പൂർത്തിയാകാത്ത നിലക്ക് ഇപ്പോഴും മനുഷ്യൻ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ 7 ആകാശങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ 7 ആകാശങ്ങളുടെ കൃത്യമായ രൂപം എന്താകുന്നു എന്ന് മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ല. എന്നിരുന്നാലും ആകാശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഗ്രഹങ്ങൾ, ആ
ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങൾ, അതുപോലെ നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഉൽക്കകൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. മനുഷ്യർക്ക് പലതിനെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യർക്ക് ഇന്നോളം കണ്ടെത്തുവാൻ സാധിക്കാത്ത എത്രയോ ഗ്രഹങ്ങൾ വേറെയുമുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളിൽ അവന്റെ പഠനങ്ങളിലൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങളുടെ എണ്ണം നേരത്തെ 9 ആയിരുന്നുവെങ്കിൽ നേരത്തെ 11 പിന്നീട് 10, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ഗവേഷണങ്ങൾ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണെങ്കിലും മനുഷ്യർക്ക് അത് പൂർണ്ണമായും ആവാഹിച്ചെടുക്കുവാനോ ഗ്രഹിച്ചെടുക്കുവാനോ ഇന്നോളം സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കണ്ണും പൂട്ടി കേവലം മിഹ്റാബുകളിൽ അടങ്ങിയൊതുങ്ങിയിരുന്ന് പ്രാർത്ഥനാ നിർഭരരായി കഴിയണമെന്ന് അല്ല യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആകാശത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ആകാശങ്ങളുടെ പുസ്തകി കാണുന്ന സന്ദർഭത്തിൽ, അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ സഞ്ചാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭൂമിയുടെ തരത്തിനെക്കുറിച്ച് കാണുമ്പോൾ, ഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ കുറിച്ച് കാണുമ്പോൾ, ആ ഭൂമിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പച്ചവർണ്ണത്തെ വിതറിക്കൊണ്ടിരിക്കുന്ന ധാരാളം ചെടികളും മരങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിൽ വലിയ അത്ഭുതങ്ങളായി മനുഷ്യൻ ഇന്നും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പർവ്വതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ പർവ്വതങ്ങൾ ഉയരത്തിൽ നിൽക്കുന്നുവെങ്കിൽ അഗാധ ഗർത്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ സമുദ്രങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ചാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, രാവും പകലും മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഭൂമി ഒരു ഗോളമായിട്ടാണ് ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ ഉള്ള പഠനങ്ങളിൽ ഭൂമി വിസ്തൃതങ്ങളായ അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന ഒരു പ്രതലമായിട്ട് മനുഷ്യൻ ഗണിച്ചിരുന്നുവെങ്കിൽ പിന്നീട് മനുഷ്യന് ബോധ്യമായി അല്ല, ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന്. ഉരുണ്ടതെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മനുഷ്യന് ബോധ്യമാകുന്നത്? ഇന്ന് തുടങ്ങുന്ന ആ വചനങ്ങളിൽ ഈ ഭൂമിയെ എങ്ങനെയാണ് നാം പരത്തിയിരിക്കുന്നത്, ആ ഭൂമി എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ മനസ്സിലാക്കി വരുന്നതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്? ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യന്റെ അന്വേഷണങ്ങൾ, മനുഷ്യന്റെ നിരീക്ഷണങ്ങൾ, മനുഷ്യന്റെ പഠനങ്ങൾ, മനുഷ്യന്റെ ചിന്തകൾ, ആ ചിന്തയെ വിശുദ്ധ ഖുർആനിൽ ഉണർത്തിക്കൊണ്ടുവരികയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കേവലം പാരായണ ഗ്രന്ഥം മാത്രമല്ല, അല്ലെങ്കിൽ കേവലം അനുഷ്ഠാന മതമല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്തയെ യഥാർത്ഥത്തിലുള്ള ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുകയും മനുഷ്യരെ ചിന്താപരമായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്. കേവലം കണ്ണുമറച്ച് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തെ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യങ്ങളും അറിവുകളും ആ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലായി ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരിക്കപ്പെട്ട വസ്തുക്കളിലേക്ക് നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ അയക്കുക, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ അയക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഉരുണ്ട ഗോളമായിട്ട് നാം മനസ്സിലാക്കുന്നു. എങ്കിലും ആ ഭൂമി ഉരുണ്ട ഗോളമാണെങ്കിലും ഉരുണ്ട ഗോളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ വീഴുന്നില്ല, മനുഷ്യൻ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അതൊരു പ്രതലമായി മനുഷ്യൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രതലത്തിൽ അവന് യഥേഷ്ടം വിഹരിക്കുവാൻ സാധിക്കുന്നു. ആ ഭൂമിയെ സംബന്ധിച്ചാണ് മറ്റൊരു അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു തൊട്ടിലാണെന്ന് പറഞ്ഞത്. ഒരു തൊട്ടിലിൽ ഒരു കുട്ടി എങ്ങനെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് ഉറങ്ങുന്നത്? വളരെ സ്വസ്ഥമായി സ്വച്ഛമായി കിടന്നുറങ്ങുവാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു ഭൂമിയെ ഒരു തൊട്ടിലായി മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെ പല നിരക്കും അനുഗ്രഹപൂർണമായ ഒരു പ്രദേശമായി ഈ ഭൂമി
ഭൂമിയെ മനുഷ്യർക്ക് അല്ലാഹു മാറ്റിക്കൊടുത്തിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നോക്കൂ നിങ്ങൾ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. ഇവിടെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് പ്രഭാതം സമയം കഴിഞ്ഞ് സൂര്യ ഉദയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ സൂര്യാസ്തമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെ പകൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വേളകളിൽ രാവ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അർദ്ധരാത്രിയായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്, നട്ടുച്ചയായ പ്രദേശങ്ങളുണ്ട്, വൈകുന്നേരമായ പ്രദേശങ്ങളുണ്ട്. ഭൂമിയെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കൂ. ഭൂമിയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളും വ്യത്യസ്ത അനുഭവങ്ങളുമാകുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാവുണ്ടാകുന്നു, പിന്നീട് പകലുണ്ടാകുന്നു. ഒരു രാവുണ്ടെങ്കിൽ പിന്നീട് ഒരു പകലുണ്ടാകുന്നു. സൂര്യൻ ഉദിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ സൂര്യോദയവും സൂര്യാസ്തമയവും രാവും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് എപ്രകാരമാകുന്നു എന്നുള്ളത് നാം നമ്മുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. എങ്ങനെയാണ് രാവുണ്ടാകുന്നത്? ഭൂമിയുടെ പ്രതലത്തിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അവിടെ പകലായി മാറുന്നു. ആ സൂര്യപ്രകാശം ഭൂമി അതിൻ്റെതായ അച്ചുതണ്ടിൽ, അത് സാങ്കല്പികമായ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ കറക്കത്തിനിടയിൽ സൂര്യന്റെ ചൂട് അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശങ്ങൾ ഏതു ദിശയിലാണോ വന്നു ഭവിക്കുന്നത് അവിടെ പകലാകുന്നു. അതങ്ങ് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൂര്യപ്രകാശം ലഭിക്കാതെ വരികയും പിന്നീട് അവിടെ അപ്പോൾ ഇരുട്ടായി മാറുകയും ചെയ്യുന്നു. അതിന് രാത്രി എന്ന് നമ്മൾ വിളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ അത് ആരംഭിച്ചിട്ട് ആ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ കാലം തൊട്ട് അത് ആരംഭിച്ചതാണ്. അത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആരാണ് അതിനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്? അതിന് കറങ്ങുവാനുള്ള പ്രാരംഭ ശക്തി ആരാണ് നൽകിയത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ മനുഷ്യർ എത്ര തന്നെ വിശദീകരിച്ചാലും വിശദീകരിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനുഷ്യൻ കണ്ടെത്തി. പക്ഷേ ആ ഭൂമിയുടെ കറക്കം അതെങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയാണത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും അറിയില്ല. ഈ ഭൂലോകത്തെ സംബന്ധിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും വിശദമാക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ കാലത്തൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ഈ ഭൂമിയാവട്ടെ, സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, മറ്റ് ഗ്രഹങ്ങളാവട്ടെ, എല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ഒരു മഹാവിസ്ഫോടനത്തോടുകൂടി അതിനെ നാം വേർതിരിക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓരോന്നോരോന്നായി വലിയ കഷ്ണമായി ചിന്നിച്ചിതറുകയും അത് വ്യത്യസ്തങ്ങളായ ഗ്രഹങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറയുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രവും കൃത്യമായും അത് തന്നെയാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മഹാവിസ്ഫോടനം സംഭവിക്കുന്നു എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഇത്തരത്തിലുള്ള അറിവുകൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തകൾ, ആ ചിന്തകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അവനോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുകയും എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനുഷ്യൻ പഠിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് ഏതൊരു അറിവും, അത് ഇവിടെ ഭൂമിയെ സംബന്ധിച്ചുള്ള അറിവെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജിയോഗ്രഫി എന്നോ ജിയോളജി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രശാഖയായി നമ്മൾ അതിനെ പറയുമ്പോൾ ഈ അറിവുകളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന് സമ്മാനിക്കുന്നത്. ഏതൊരു അറിവും അതിന് ഭൗതികമെന്നോ ആത്മീയമെന്നോ ഇത് തന്നെ നമ്മൾ പേരിട്ടാലും ആ അറിവുകളൊക്കെയും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനുള്ളതാണെങ്കിൽ അത് യഥാർത്ഥ അറിവാകുന്നു. അതെല്ലാം അല്ലാഹുവിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള
അള്ളാഹുവിന്റെ കഴിവുകളെ സംബന്ധിച്ച് നിഷേധിക്കുന്ന തലത്തിലേക്കാണ് നമ്മുടെ അറിവുകൾ, നമ്മുടെ ചിന്തകളെ നമ്മെ കൊണ്ടുപോകുന്നതെങ്കിൽ അത് യഥാർത്ഥ അറിവല്ല, അത് ഉപകാരപ്രദമായ അറിവല്ല. മുന്നാഫികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ അറിവാകുന്നു. അത് മനുഷ്യന്റെ മത ഭൗതിക സാഹചര്യങ്ങളിൽ അവൻ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഏതൊരറിവും നല്ല അറിവ് തന്നെയാകുന്നു. ഒരിക്കലും തന്നെ അറിവുകളുടെ കാര്യത്തിൽ മുഖം തിരിഞ്ഞു നടക്കേണ്ടുന്നവരല്ല യഥാർത്ഥത്തിലുള്ള മുസ്ലിം. ഏതൊരറിവാണെങ്കിലും ശരി, അത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലാവട്ടെ, അനുഷ്ഠാന കാര്യങ്ങളിലാവട്ടെ, മറ്റുള്ള വിഷയങ്ങളിലാവട്ടെ, അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള അറിവുകളാവട്ടെ, ഏതൊരറിവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാകുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് രാപ്പകലുകളുടെ മാറ്റങ്ങളെ സംബന്ധിച്ച് അത് മനുഷ്യൻ അറിയേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. രാവും പകലും സംഭവിക്കുന്നത് എങ്ങനെയാകുന്നു എന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളെയും കൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യർ അന്നും ഇന്നും യാതൊരു മാറ്റവും കൂടാതെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനുമൊക്കെയും ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് കപ്പൽ എന്ന് പറയുന്നത്. പക്ഷേ കപ്പലിന്റെ സവിശേഷത എന്താകുന്നു? അത് ഭൂമിയുടെ പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന രൂപമല്ല, മറിച്ചത് സഞ്ചരിക്കുന്നത് സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെയാകുന്നു. സമുദ്രോപരിതലത്തിലൂടെ അത് സഞ്ചരിക്കുമ്പോൾ എന്താണ് അതിന്റെ അത്ഭുതം? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് ന്യൂട്ടൺ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഭൂമി ഇന്ന് സൃഷ്ടിക്കപ്പെട്ടോ ആ സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടം തൊട്ട് കൃത്യമായും അതിന് ഗുരുത്വാകർഷണമുണ്ട്. ആ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവും നേരെ നിന്ന് താഴോട്ട് പോകുമ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അത് താഴോട്ട് തന്നെ വീണുകൊണ്ടിരിക്കുന്നു, താഴോട്ട് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കണം, ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കപ്പൽ സഞ്ചരിക്കുന്നതും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയാണ്. പക്ഷേ ഉപരിതലത്തിലൂടെ എന്ന് പറയുമ്പോൾ അവിടെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ മുകളിലൂടെ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ കപ്പൽ മുങ്ങിപ്പോകുന്നില്ല, അത് താഴ്ന്നു പോകുന്നില്ല. എന്നാൽ കപ്പൽ നിർമ്മിക്കപ്പെട്ട ഒരു വസ്തു, ആ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആ വസ്തു ഇരുമ്പാവട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ അത് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആർക്കിമിഡീസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിമിഡീസ് ഈ ഒരു തത്വം കണ്ടുപിടിച്ചത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു വസ്തു അത് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, എങ്ങനെയാണ് ഒരു വസ്തു അത് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്നത് തുടങ്ങിയിട്ടുള്ള തത്വം അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പാണ്. ആ നിയമം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നിയമമാകുന്നു. ഏതൊരു വസ്തു എന്തുകൊണ്ടാണ് വെള്ളത്തിനടിയിലേക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും അല്ലാഹുവിന്റെ കൃത്യമായ തീരുമാനപ്രകാരമാകുന്നു അതെല്ലാം സംഭവിക്കുന്നത്. കൃത്യമായ നിയമപ്രകാരമാകുന്നു അതെല്ലാം സംഭവിക്കുന്നത്. അതിന്റെ കൃത്യമായ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കുവാൻ നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കൾ കൊണ്ട് സഞ്ചരിക്കുന്ന കപ്പലുകൾ. ഇത് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു കാര്യത്തെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയും മനുഷ്യർക്ക് ഉപകാരപ്രദമായ രൂപത്തിലായിരിക്കണം വിനിയോഗിക്കേണ്ടത് എന്നൊരു സൂചന കൂടി ഈ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها. അല്ലാഹു ആകാശത്തു നിന്ന് വെള്ളത്തെ ഇറക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമിയുടെ നിർജീവതയ്ക്ക് ശേഷം അതിനെ സജീവമാക്കുകയും ചെയ്തു. എല്ലാ തരം ജീവജന്തുക്കളെയും അതിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആകാശത്ത് നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകാശത്ത് നിന്ന്
വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നല്ല മഴക്കാലം വരുന്ന സന്ദർഭത്തിൽ ആകാശത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള മേഘങ്ങൾ, ആ മേഘങ്ങൾക്ക് കറുപ്പ് നിറം സംഭവിക്കുകയും ആ കറുപ്പ് നിറം സംഭവിച്ച മേഘങ്ങൾ പിന്നീട് മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്നത് വളരെ മനോഹരമായ വലിയ ആഗ്രഹങ്ങളോടുകൂടി, ആശകളോടുകൂടി, പ്രതീക്ഷകളോടുകൂടിയാണ് മനുഷ്യൻ നോക്കിക്കാണാറുള്ളത്. ഒരു മഴ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും. മഴ എന്ന് പറയുന്നത് അനുഗ്രഹമായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ അനുഗ്രഹപൂർണമായ മഴ അത് സംഭവിക്കുന്നതിന്റെ പിന്നിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള, ഭൗമോപരിതലത്തിലുള്ള, സമുദ്രോപരിതലത്തിലുള്ള വെള്ളം അത് സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അതിന് കനം കുറയുന്ന സന്ദർഭത്തിൽ അത് മേലോട്ട് ഉയർന്നു പൊങ്ങുകയും അങ്ങനെ അത് പൊങ്ങിപ്പൊങ്ങി പ്രത്യേകമായ ഒരു സന്ദർഭത്തിലെത്തുമ്പോൾ അതിനെ വീണ്ടും ഘനീഭവിച്ച് കൃത്യമായ ജലകണികകളായി അത് മാറിപ്പോവുകയും എന്നിട്ടത് പിന്നീട് ഒരുമിച്ച് ആ ജലകണികകൾ ഓരോന്നോരോന്നായി ഒരുമിച്ച് കൂടി ഒരു മേഘമായി നിൽക്കുകയും ചെയ്യുന്നു. ആ മേഘത്തിന്റെ സവിശേഷത എന്താണ്? അത് വളരെയധികം കനം കുറഞ്ഞ മേഘം. കാറ്റ് ആ മേഘത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്? ആകാശത്ത് താഴോട്ട് വീഴാത്ത രൂപത്തിൽ ഭാരം കുറഞ്ഞ ഒരു വസ്തുവായി മേഘം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു അത്ഭുതമെന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ എപ്പോഴെങ്കിലും അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് കാണില്ല. മറിച്ച് നോക്കൂ നിങ്ങൾ, അന്തരീക്ഷത്തിൽ ഉയർന്നു പോകുന്ന ജലകണികകൾ അത് നീരാവിയായി, ആ നീരാവിയെ യഥാർത്ഥത്തിൽ കാണാൻ പോലും നമുക്ക് സാധ്യമല്ല. വെള്ളം എന്ന് പറയുന്നത് ഐസാകുന്ന ഘട്ടത്തിൽ ഒരു ഖരാവസ്ഥയിൽ നമുക്ക് ഐസിനെ തൊടാൻ സാധിക്കും, കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജലം എന്ന് പറയുന്നതിനെ അതിന്റെ ദ്രവാവസ്ഥയിൽ, വെള്ളത്തിന്റെ അവസ്ഥയിൽ നമുക്ക് തൊടാൻ സാധിക്കും, കാണാൻ സാധിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ ആ വെള്ളം ആവിയായി മാറുന്ന സന്ദർഭത്തിൽ നാം അതിനെ കാണുന്നില്ല, നാം അതിനെ അനുഭവിക്കുന്നില്ല. അത് ആവിയായി മുകളിലേക്ക് ഉയർന്ന് സഞ്ചരിച്ച് പിന്നീട് അത് ജലകണങ്ങളായി ചെറിയ ചെറിയ അതിന്റെ കൃത്യമായ വ്യാസം പോലും പറയുന്നത് 0.01 മില്ലിമീറ്റർ വ്യാസമാകുന്നു ആ ഓരോ ജലകണികകൾക്കുമുള്ളത് എന്നാണ്. ഇത് കൃത്യമായും ഒന്നിച്ച് ആ ജലകണികകൾ മാറിപ്പോവുകയും അങ്ങനെ അത് ഒന്നാകെ കൂടി വരുമ്പോൾ അതൊരു വലിയ മേഘമായി മാറുകയും പിന്നീട് ആ മേഘം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും സമുദ്രോപരിതലത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ജലകണികകൾ പിന്നീട് അവിടെ നിന്ന് മേഘങ്ങളായി സഞ്ചരിച്ച് ഭൂമിയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിലായി എവിടെങ്ങളിലൊക്കെയാണോ മഴ ആവശ്യമുള്ളത് അവിടേക്ക് മഴയായി പെയ്തിറങ്ങുന്നു എന്നുള്ളതാകുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന മേഘങ്ങൾ, ആ മേഘങ്ങൾ പിന്നീട് ഘനീഭവിക്കുന്ന മേഘങ്ങളിൽ പിന്നെ ഈ ജലകണികകൾ അത് വികസിക്കുന്നു. പിന്നീട് അതിന് ഭാരം കൂടുന്നു. അങ്ങനെ ഭാരം കൂടുമ്പോഴാണ് അത് ഭൂമിയിലേക്ക്, അതിന്റെ ഭാരം സഹിക്കവയ്യാതെ അത് ഭൂമിയിലേക്ക് താഴ്ന്ന് മഴത്തുള്ളികളായി അത് താഴോട്ട് പെയ്തിറങ്ങുന്നത് എന്നാണ് നാം പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. എന്നിട്ട് വീണ്ടും നോക്കൂ നിങ്ങൾ, ആ ജലം ആകാശത്ത് നിന്ന് പെയ്തിറങ്ങി ഭൂമിയിൽ തട്ടി, ഭൂമിയിൽ അത് അരുവികളായി പുഴകളായി ഒഴുകുകയും അതിവിടെയുള്ള സസ്യലതാദികൾക്ക് ഒരുപാട് ഗുണം നൽകുകയും അങ്ങനെ ധാരാളം ചെടികൾ മുളക്കുവാനും വളരുവാനും അതുവഴി സാധ്യമാകുന്നു. ആ വെള്ളം നദികളിലൂടെ ഒഴുകി വീണ്ടും സമുദ്രത്തിലെത്തുന്നു.
വീണ്ടും അത് സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി വീണ്ടും മുകളിലേക്ക് ഉയരുന്നു, വീണ്ടും മേഘമാകുന്നു, മഴയായി പെയ്തിറങ്ങുന്നു, വീണ്ടും സഞ്ചരിക്കുന്നു. ഇങ്ങനെ ഈ ഒരു വാട്ടർ സൈക്കിൾ, ഒരു വെള്ളം ഇങ്ങനെ കൃത്യമായും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാകുന്നു എന്നുള്ളതാണ്. ഭൂമിയിലുള്ള വെള്ളം അത് മേലോട്ട് ഉയരുന്നു, വീണ്ടും താഴോട്ട് വരുന്നു, വീണ്ടും മേലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. ഇതിങ്ങനെ ചാക്രികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഭൂമിയുടെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അതിനെ സജീവമാക്കുന്നു. അതായത് ഭൂമിക്ക് സജീവത നൽകണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. വെള്ളമാണ് ഒരു മനുഷ്യന്റെ ഭൂമിയിലുള്ള മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന വസ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ വസ്തുക്കളെയും നാം ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാകുന്നു എന്ന പ്രയോഗം തന്നെ വെള്ളത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലുള്ള ഏതൊരു വസ്തുവും, മനുഷ്യനാവട്ടെ, മറ്റ് ജീവജാലങ്ങളാവട്ടെ, ചെടികളാവട്ടെ, എല്ലാം തന്നെ വെള്ളത്തെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം പെയ്തിറങ്ങുമ്പോൾ ഭൂമിക്ക് സജീവതയുണ്ടാകുന്നു. വെള്ളം ഇറങ്ങാത്ത പ്രദേശങ്ങളെ സംബന്ധിച്ച് ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ ചില ഉദാഹരണങ്ങളിലൂടെ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊട്ടക്കുന്നുകളായി നിൽക്കുന്ന അല്ലെങ്കിൽ മരുഭൂമികളായി നിൽക്കുന്ന വെള്ളത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട് എന്നതും മനുഷ്യൻ ചിന്തിപ്പിക്കേണ്ടതാകുന്നു. എന്നാൽ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ വെള്ളം ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു അതിൻ്റെതായ അളവിൽ കൃത്യമായും വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ അല്ലെങ്കിൽ നിർജീവമായി പോയ ഈ ഭൂമിയെ അതിൽ ഉൽപാദനമുണ്ടാക്കുകയും അവിടെ ചെടികൾ മുളച്ചു വരികയും അവിടെയുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമാകുന്ന രൂപത്തിൽ ഭൂമിയെ സജീവമാക്കുകയും ചെയ്യുന്നു. എല്ലാത്തരം ജീവജന്തുക്കളെയും വ്യാപിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എത്രയെത്ര ജീവികളാണ് ഈ ലോകത്തുള്ളത്, എത്ര സ്പീഷീസുകളാണ് ഈ ലോകത്തുള്ളത് എന്നൊടുങ്ങാത്ത ജീവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നും അവരുടെ പഠനങ്ങൾ പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. സമുദ്രത്തിൽ മാത്രം ഒരുപക്ഷെ കരയിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവികൾ സമുദ്രത്തിലുണ്ട് എന്നുള്ളതാണ് ശാസ്ത്ര പഠനം തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ജീവജാലങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്തങ്ങളാണ്. വിഷ്ണു ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ചിലത് 8 കാലുകളിൽ നടക്കുന്നു, ചിലത് 4 കാലുകളിൽ നടക്കുന്നു, ചിലത് 2 കാലുകളിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ പല രൂപത്തിലും മനുഷ്യർക്ക് മനസ്സിലാവാത്ത വിധത്തിൽ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികൾ ഈ ഭൂമുഖത്തുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. വിശദീകരിക്കാൻ സമയമില്ല. ഏകകോശ ജീവികളായ അമീബകൾ തൊട്ട് അതുപോലെ തന്നെ വലിയ കൂറ്റൻ വലിപ്പമുള്ള വലിയ തിമിംഗലങ്ങളും അതുപോലെ ആനകളും ദിനോസറസുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയാൽ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവജാലങ്ങളെ യഥാർത്ഥത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്, ഇവിടെ വ്യാപിപ്പിച്ചിട്ടുള്ളത് എന്നതിന്റെ മഹാത്ഭുതം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ജീവിയെ സംബന്ധിച്ചിടത്തോളവും അത് ഈ ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മം വ്യത്യസ്തമാണ്. ഓരോ ജീവിയും പരസ്പരം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ജീവിക്കും മറ്റൊരു ജീവിയെ ആശ്രയിക്കേണ്ടി വരുന്നു. മനുഷ്യൻ മറ്റു ജീവികളെ ആശ്രയിക്കേണ്ടി വരുന്നു. എത്ര വലിയ കഴിവുള്ളവനായിരുന്നാലും ശരി, മനുഷ്യൻ ഇന്നും മറ്റു ജീവജാലങ്ങളെ, ജന്തുക്കളെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥകളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തരത്തിൽ ധാരാളം ജീവ വസ്തുക്കളെ ക്രമീകരിച്ചിട്ടുണ്ട്, വ്യാപിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ സംഭവമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവികളെ സംബന്ധിച്ചും അതിന്റെ ശരീരഘടനയെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അതിലും അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യന്റെ ഹ്യൂമൻ അനാട്ടമി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അതോടൊപ്പം തന്നെ മറ്റ് ജന്തുക്കളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥികളിൽ ഇന്നും അത്ഭുതങ്ങൾ അവർ അത്ഭുതപ്പെട്ട് വിസ്മയിച്ച് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത് വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർളി ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. വതസ്രീഫിർ റിയാഹി കാറ്റുകളെ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി കാറ്റുകളും അതോടൊപ്പം തന്നെ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന മേഘത്തിന്റെയും നടത്തിപ്പിലും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. കാറ്റിനെ നിയന്ത്രിക്കുക. കാറ്റെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കാറ്റുകളുണ്ട്. ആ കാറ്റുകളെ അല്ലാഹു അത് എവിടേക്കാണോ ഇപ്പോൾ കാറ്റിനെ അയക്കേണ്ടത് അത് അല്ലാഹുവിനറിയാം. കൃത്യമായും അല്ലാഹു അങ്ങോട്ട് കാറ്റിനെ അയച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റെന്ന് പറയുമ്പോൾ മണിക്കൂറിൽ വളരെ വേഗതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കാറ്റുകൾ സംഭവിക്കുമ്പോൾ, വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ, സൈക്ലോണുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പകച്ചു പോകാറുണ്ട്. അത് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിപ്പിക്കുകയാണ്. കാറ്റെന്ന് പറയുമ്പോൾ ഒരു മന്ദമാരുതൻ നമ്മുടെ ശരീരത്തിൽ തഴുകി പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വളരെ നല്ല ഒരു അനുഭവം അതനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വർണ്ണിച്ചുകൊണ്ട് കവിതകൾ എഴുതുന്ന മനുഷ്യന്മാര് പക്ഷേ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യം എന്താകുന്നു? അതേ മന്ദമാരുതൻ ഭീമാകാരമായ വലിയ കാറ്റുകളായി മാറി, കൊടുങ്കാറ്റുകളായി മാറി ഈ ഭൂമുഖത്തുള്ള മുഴുവൻ വസ്തുക്കളെയും നശിപ്പിക്കുവാൻ പ്രാപ്തമാകുന്ന അവസ്ഥയിലേക്ക് അത് വളർന്നു വരുമ്പോൾ മനുഷ്യനാകെ പകച്ചു പോകുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിന്റെ ഗതികളെ, കാറ്റിന്റെ വേഗതയെ, ഇങ്ങനെ തുടങ്ങി കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കാറ്റിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽഹാ റീഹൻ വജ്അൽഹാ റിയാഹൻ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. അതായത് ഈ അല്ലാഹുവേ, ഈ കാറ്റിനെ ഒരൊറ്റ കാറ്റാക്കി മാറ്റല്ലേ, അതിന് വ്യത്യസ്തങ്ങളായ കൊച്ചു കൊച്ചു കാറ്റുകളാക്കി മാറ്റണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വലിയ കാറ്റടിക്കുമ്പോൾ ആ കാറ്റുകളെ കൊച്ചു കൊച്ചു കാറ്റുകളാക്കി വ്യത്യസ്ത കാറ്റുകളായി തിരിച്ചുവിടുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. കാരണം ഒന്നിച്ചൊരു കാറ്റടിച്ചാൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സഹാബിൽ മുസഖ്ഖരി, നിയന്ത്രിക്കപ്പെടുന്ന സഹാബ്, മേഘം എന്ന് പറയുന്നത്. ഈ മേഘത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ആ സഹാബുൽ മുസഖ്ഖർ എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെടുന്ന മേഘം. ആ മേഘത്തിന്റെ സഞ്ചാരം ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഒരിക്കലും വലിയ മേഘങ്ങൾ, ആ മേഘങ്ങൾ അല്ലാഹു നിയന്ത്രിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ വലിയ അപകടങ്ങളാണ് സംഭവിക്കുക. വലിയ കാർമേഘങ്ങൾ അല്ലെങ്കിൽ മറ്റു മേഘങ്ങൾ അത് ഭൂമിയിലേക്ക് ആകമാനം ആപതിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ മേഘത്തെ അല്ലാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് ആ മേഘത്തെ അയക്കേണ്ടത്? ഒരു കാറ്റിനെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ആ കാറ്റിലൂടെ മേഘത്തെ പറഞ്ഞയക്കുകയും എന്നിട്ട് എവിടെയാണ് മഴ പെയ്യേണ്ടത് അവിടങ്ങളിൽ മഴ പെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ ആ മഴയ്ക്കു വേണ്ടി മനുഷ്യന്മാര് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റാർക്കും സാധ്യമല്ല. ഈ ഭൂമിയിൽ എത്ര വലിപ്പത്തരം പറഞ്ഞാലും, എത്ര വലിയ ശാസ്ത്രീയമായി മുമ്പോട്ട് പോയിട്ടുള്ളത്, നമ്മൾ വലിയ അറിവുള്ളവരാകുന്നു, കഴിവുള്ളവരാകുന്നു എന്ന് പറഞ്ഞാലും ഒരു വേള മഴയൊന്ന് വൈകിയാൽ പ്രയാസപ്പെടുന്ന മനുഷ്യരാകും ഈ ലോകത്തുള്ളത്. ഒരിക്കലും തന്നെ മഴയെ കൃത്യമായും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കക്ഷങ്ങൾ പോലും പുറത്തേക്ക് കാണുമാർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറുകളിൽ വെച്ച് പോലും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അത് അവിടെ നിന്ന് തന്നെ വരണം. ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ എത്ര തന്നെ പ്രവർത്തിച്ചിരുന്നാലും ഒരിക്കലും തന്നെ ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കുവാൻ ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്ക് സാധ്യമല്ല. അതുകൊണ്ട് മേഘമെന്ന് പറയുന്ന മേഘത്തിന്റെ രൂപം
ക്രമീകരണം എന്ന് പറയുന്നത്, മേഘത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് കൃത്യമായും അല്ലാഹുവിൽ മാത്രം വ്യക്തിത്വമായിട്ടുള്ള അവന് മാത്രം സാധിക്കുന്ന കാര്യം തന്നെയാകുന്നു. ആ മേഘങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയുക, നമുക്ക് മഴ ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾ പ്രയാസപ്പെടുന്നു, ഈ പ്രദേശങ്ങളിൽ മഴ പെയ്യിപ്പിക്കണമേ, മഴ വർഷിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ മഴയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നതായി കാണാം. സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള വെള്ളത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറയുന്നത്, ആ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവികളെ സംബന്ധിച്ച് ജന്തുക്കളെപ്പോലും മൃഗങ്ങളെപ്പോലും ആ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് മനുഷ്യനും മറ്റു ജന്തുജാലങ്ങൾക്കും ഈ മഴയില്ലാത്തൊരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഭയാനകമായിരിക്കും അവരുടെ ജീവിതം എന്നുള്ളത് കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം അല്ലാഹുവിന്റെ സത്യവൈഭവങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യർക്ക് അതിൽ യാതൊരു തരത്തിലുമുള്ള കൈകടത്തലുകളും സാധ്യമല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ ചെയ്യുവാൻ നമുക്ക് സാധ്യവുമല്ല. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് എന്താകുന്നു? അല്ലാഹുവാണ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുഴുവൻ ഒരുക്കിയിട്ടുള്ളത്. ആ പ്രപഞ്ച പ്രതിഭാസങ്ങളിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുക, നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി തീരുക, വിശ്വാസം വർദ്ധിപ്പിക്കുക. അല്ലാഹുവിന്റെ ആ കഴിവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സാധിക്കുമെങ്കിൽ ഈ മനുഷ്യനെ മരിപ്പിച്ച് മരണത്തിനു ശേഷം ഉയർത്തിക്കൊണ്ടുവരുവാൻ അല്ലാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അവിടെ വെച്ച് ഈ ഭൂമിയിൽ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവരോട് ചോദിച്ച്, അവന്റെ വാക്കുകളെ സംബന്ധിച്ച്, അവരുടെ സംസാരത്തെ സംബന്ധിച്ച്, അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്ത് അവിടെ വെച്ച് അല്ലാഹു വിധി നിർണയിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗവും നരകവും കൺമുമ്പിൽ തുറന്നു വെക്കപ്പെടുന്ന സന്ദർഭത്തിൽ സ്വർഗമാണ് നാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ പലപ്പോഴും നരകത്തിലേക്ക് പോകുവാൻ മനുഷ്യൻ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ഈ സൃഷ്ടിവൈഭവത്തെ സംബന്ധിച്ചോ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ സംബന്ധിച്ചോ മനസ്സിലാക്കാതെ ഈ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി ജീവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ, നീ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലാഹുവിനെ അറിയേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ വിജ്ഞാനങ്ങളെ സംബന്ധിച്ച്, അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് കൃത്യമായും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ട് ഞാനൊന്നും അറിയേണ്ടതില്ല എന്ന നിലയ്ക്ക് തല മുഴുവനും മണ്ണിൽ പൂഴ്ത്തിവെച്ച് കേവലം ആരാധനാദി കർമ്മങ്ങളിൽ മാത്രം ചെലവിടുന്നു എന്നുള്ളത് കൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലേക്ക് മനുഷ്യന്റെ ചിന്തയെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചത്. മുസ്ലിംകളാകുന്നു, ഇസ്ലാം സ്വീകരിച്ച, വിശുദ്ധ ഖുർആൻ പഠിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ ആ നിലക്ക് ചിന്തയെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആളുകളുമാകുന്നു ഈ ലോകത്ത് വലിയ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക രംഗത്ത് മുമ്പോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതും ഒരു ചരിത്രമാകുന്നു. മുസ്ലിങ്ങളുടെ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി അതിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ എത്രമാത്രം ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യമാകുന്നു. വിജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള വിജ്ഞാനങ്ങളും ആർജിച്ചെടുക്കുവാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. ഏതൊരു വിഷയത്തെ സംബന്ധിച്ചുമുള്ള ഒരു പ്രാഥമികമായ ബോധമെങ്കിലും മനുഷ്യർക്കുണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവൻ ഒരു ജീവിച്ചിരിക്കുന്ന സജീവമായ ഒരു മുസ്ലിമായി തീരുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പറഞ്ഞിട്ടുള്ള ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാവട്ടെ, രാപ്പകലുകളുടെ മാറ്റങ്ങളാവട്ടെ, അതോടൊപ്പം തന്നെ കപ്പലുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാവട്ടെ, അതോടൊപ്പം ആകാശത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നതാവട്ടെ, ഭൂമിയിൽ ഉൽപാദനങ്ങൾ ഉണ്ടാകുന്നതാവട്ടെ, ഭൂമിയിൽ ഒരുപാട് ജന്തുക്കൾ വ്യാപിക്കുന്നതാവട്ടെ, കാറ്റും അതുപോലെ തന്നെ മേഘവും സഞ്ചരിക്കുന്നതാവട്ടെ, ഇങ്ങനെ തുടങ്ങി സകല കാര്യങ്ങളിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ ചിന്തിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുവാൻ നാം തയ്യാറാവേണ്ടതുണ്ട്, നാം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കുന്ന
ശരിയായ രൂപത്തിൽ കാര്യങ്ങളെ സംബന്ധിച്ച് ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. കൃത്യമായും അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി നൽകിയ ഒരു ചെറിയ ലഘു വിവരണം അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാകുന്നു. അള്ളാഹുവിന്റെ ഏകത്വം, സാർവത്രികമായ കഴിവ്, മഹത്തായ അനുഗ്രഹം, സൃഷ്ടിവൈഭവം ആദിയായവർക്ക് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ വചനത്തിൽ പ്രസ്താവിക്കപ്പെട്ട ഓരോ കാര്യവും. ഓരോന്നിനെക്കുറിച്ചും എത്ര ഗാഢമായും വ്യാപകമായും ചിന്തിക്കുവാൻ മനുഷ്യന് കഴിയുമോ, അല്ലെങ്കിൽ അവൻ അതിന് തയ്യാറാകുമോ, അത്രത്തോളമായിരിക്കും അവയിൽ നിന്ന് അവന് സിദ്ധിക്കുന്ന വിജ്ഞാന സമ്പത്തുകൾ. അള്ളാഹു ചൂണ്ടിക്കാട്ടിയ ദൃഷ്ടാന്തങ്ങൾ ഇവയാകുന്നു. ഒന്ന്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, അനന്തവിശാലമായ ആകാശങ്ങൾ, എണ്ണവും ബന്ധവും അജ്ഞാതങ്ങളായ അവയിലെ നക്ഷത്രലോകങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഓരോന്നിന്റെയും വ്യവസ്ഥാപിതവും അത്യത്ഭുതകരവുമായ വിരിവികളികൾ, പരസ്പര ബന്ധങ്ങൾ, നാം നിവസിക്കുന്ന ഈ ഭൂമി, അതിന്റെ ചലനങ്ങൾ, അതുൾക്കൊള്ളുന്ന വൻകരകൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, മരുഭൂമികൾ, നാടുകൾ, കാടുകൾ, ജീവജാലങ്ങൾ, പദാർത്ഥങ്ങൾ, വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതികൾ, അവയെ കീഴടക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള മാർഗങ്ങൾ, അങ്ങനെ പലതും മറ്റും. രണ്ടാമത്തേത് രാപ്പകലുള്ള വ്യത്യാസം. ഒന്നിന് പിന്നാലെ മറ്റൊന്നായിക്കൊണ്ട് അവ രണ്ടും മാറി മാറിക്കൊണ്ടിരിക്കുന്നു. ഒന്നിന്റെ സമയം വർദ്ധിച്ചാൽ മറ്റേതിന്റെ സമയം ചുരുങ്ങുന്നു. ഭൂമിയുടെ ഒരർദ്ധഭാഗത്ത് പകൽ വെളിച്ചം വീശുമ്പോൾ മറ്റേ അർദ്ധഭാഗത്ത് രാത്രി ഇരുട്ട് മൂടുന്നു. അങ്ങനെ പലതും. മൂന്നാമത്തേത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുവിഭവങ്ങൾ വഹിച്ചുകൊണ്ട് സമുദ്രങ്ങളിലൂടെ അങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന കപ്പലുകൾ, അഥവാ ആഴക്കടലുകളും ദൂരക്കടലും വ്യത്യാസമില്ലാതെ, രാപ്പകൽ വ്യത്യാസം കൂടാതെ ഓരോ നാട്ടിലെ കയറ്റുമതി ചരക്കുകൾ മറ്റു നാടുകളിൽ എത്തിച്ച് ഇറക്കുമതി ചെയ്യുവാനും സമുദ്ര വിഭവങ്ങളെ ത്വരിപ്പിടിക്കുവാനും കാറ്റും കോളും തിരമാലകളും ധരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് നടക്കുന്ന പറവുകൾ കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന വിവിധ തരത്തിലുള്ള എണ്ണമറ്റ ജലവാഹനങ്ങളും അവയുടെ സഞ്ചാരത്തിന് ഉപയുക്തമാം വിധം സമുദ്രമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും മറ്റും. നാലാമത്തേത് ആകാശത്തു നിന്ന് അഥവാ ഉപരിലോകത്തു നിന്ന് ഉപരിഭാഗത്തു നിന്ന് മഴവെള്ളം ഇറക്കി അതുവഴി നിർജീവമായി കിടക്കുന്ന തരിശുഭൂമികൾക്ക് നവജീവൻ നൽകുന്നത്. ഈർപ്പമില്ലാതെ ഉൽപാദനശേഷിയില്ലാതെ വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുന്നതോടുകൂടി അതിന്റെ മട്ടുമാറുന്നു, നനവുതട്ടി മണ്ണ് ചീർക്കുന്നു, സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നു, കൃഷിയോഗ്യമായിത്തീരുന്നു, അങ്ങനെ ഭൂതലം പച്ചവിധാനമായിത്തീരുന്നു. അഞ്ചാമത്തേത് വിവിധതരം ജീവജന്തുക്കളെ ഭൂമിയിൽ വിതരണം ചെയ്തത്. ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത വിധം ചെറുതായ പ്രാണികൾ തൊട്ട് ഭീമാകാരികളായ ജീവികൾ വരെ ഏറ്റവും അപരിഷ്കൃതമെന്ന് കരുതപ്പെടുന്ന താഴേക്കിട ജീവികൾ തൊട്ട് ഏറ്റവും പരിഷ്കൃതരും നേരെക്കിടയിലുള്ളവരുമായ മനുഷ്യന്മാർ വരെ, കരയിലും കടലിലും നാട്ടിലും കാട്ടിലും അന്തരീക്ഷത്തിലുമായി കഴിഞ്ഞുകൂടുന്ന എണ്ണമറ്റ ജീവജാലങ്ങൾ, അവയുടെ ജാതി വർണ്ണവർഗ സ്വഭാവ വ്യത്യാസങ്ങൾ, ഒന്നിനൊന്ന് വ്യത്യസ്തമായ ജീവിത രീതികൾ, ആവശ്യങ്ങൾ, ഉപയോഗങ്ങൾ, ആകൃതികൾ, പ്രകൃതികൾ തുടങ്ങിയവ. ആറാമത്തേത് കാറ്റുകളുടെ നടത്തിപ്പും നിയന്ത്രണവും. കാലവർഷക്കാറ്റ്, വാണിജ്യക്കാറ്റ്, ശീതക്കാറ്റ്, ഉഷ്ണക്കാറ്റ്, ഇളങ്കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് ആദിയായവയും അവയുടെ ഉത്ഭവം, ഗതി, ഉപകാരം, ഉപദ്രവം ആദിയായവയും. 7, ആകാശത്തിൽ നിന്നും ഭൂമിക്കുമിടയിൽ വെച്ച് നിയന്ത്രിക്കപ്പെടുന്ന മേഘത്തിന്റെ നടത്തിപ്പ്, ആവശ്യത്തിലധികം മേൽപോട്ട് കയറിപ്പോകാതെ ഉപദ്രവകരമായ വിധം ഭൂമിയിൽ താഴോട്ടിറങ്ങി ഉപദ്രവിക്കാതെ അന്തരീക്ഷത്തിൽ ഒതുങ്ങി നിൽക്കുകയും ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ഓടി നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാർമേഘങ്ങളുടെ നിയന്ത്രണ നടപടിക്രമങ്ങൾ തുടങ്ങിയവ ഇത്യാദി മഹൽ കാര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് വിരുദ്ധമോ തടസ്സമോ ആകാതെ തികച്ചും വ്യവസ്ഥാപിതമായ രീതിയിൽ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് നടത്തിപ്പോരുന്നവനാരോ അവന് അള്ളാഹുവിന്റെ അവന് മാത്രമേ ഇലാഹായി തീരുവാൻ, ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ളൂവെന്നും മറ്റുള്ള ആരാധ്യ വസ്തുക്കൾക്കൊന്നും അർഹതയില്ലാത്ത വിദ്യകളാണെന്നും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഏവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാകുന്നു. ഇവ മാത്രമല്ല, ഇവ പോലെയുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ വേറെയും. പക്ഷേ യഥാർത്ഥ സൃഷ്ടാവിനെ നേരത്തെ തന്നെ ചിന്താ മണ്ഡലത്തിൽ നിന്ന് വൈരാഗ്യപൂർവ്വം ഒഴിച്ചു നിർത്തി പകരം മറ്റൊരു സൃഷ്ടാവിനെ, അതിന് പേര് പ്രകൃതിയെന്നോ ഊർജമെന്നോ പരിണാമമെന്നോ വിസ്ഫോടനമെന്നോ എന്ന് തന്നെ പറഞ്ഞാലും ശരി, പ്രതിഷ്ഠിച്ച് പൂജിച്ച് കൊണ്ട് അവയെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് അവയിലൂടെ യഥാർത്ഥ സൃഷ്ടാവിനെയും അവന്റെ മഹാത്മ്യങ്ങളെയും കണ്ടെത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ മുൻവിധി കൂടാതെ സത്യം ദർശിക്കുവാനുള്ള
താല്പര്യത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്നവർ സൃഷ്ടാവിനെയും മഹാത്മത്തെയും കണ്ടെത്തുകയും സൃഷ്ടാവിനെ വളർത്തുകയും ചെയ്യും. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും വ്യത്യാസപ്പെടുന്നതിലും നിശ്ചയമായ ബുദ്ധിമാന്മാർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതായത് നിന്നും ഇരുന്നും പാർശ്വങ്ങളിലായും അഥവാ കിടന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുകയും ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നവർ തുടർന്നുകൊണ്ട് അവരുടെ ചിന്താഫലമായി അവർ ഇങ്ങനെ പറയുമെന്ന് കൂടി അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊക്കെ നീ നിരർത്ഥമായി സൃഷ്ടിച്ചതല്ല, നീ മഹാപരിശുദ്ധൻ ആകിയാൽ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ വിശദീകരണമായി ചൂണ്ടിക്കാണിച്ചതുപോലെ സൂറത്ത് ആൽ ഇംറാനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമാന്മാർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് ഈ ബുദ്ധിമാന്മാർ? നിന്നും ഇരുന്നും പാർശ്വങ്ങളിലായും അഥവാ കിടന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരാണവർ. എന്നിട്ട് വെറും ഓർമ്മിക്കലല്ല, ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ ചിന്തിക്കുന്നവരാണവർ. എന്നിട്ട് അവരുടെ ചിന്താപരമായി അവർ പറയാണ് എന്ത്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, മറിച്ച് സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, ആകയാൽ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയും കൃത്യമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന ആളുകളാകുന്നു യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ളതാണ് ഈ ആയത്തുകളിലൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കുക, അവന്റെ കഴിവുകൾ നാം ഉൾക്കൊള്ളുക, അതറിയുക. അവൻ ഈ ഭൂമുഖത്ത് ഒരുക്കി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് നാം പഠിക്കുക, അന്വേഷിക്കുക, അന്വേഷണം അവസാനിപ്പിക്കാതിരിക്കുക, ചിന്തകൾ ആ രൂപത്തിൽ ചിന്തിക്കുകയും അതിലൂടെ വിനയാന്വിതരായി തീരുവാൻ സാധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യഥാർത്ഥ വിശ്വാസമുള്ള, അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം അല്ലാഹു ഇല്ലാതാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ആശുപത്രികളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെ അല്ലാഹു ഇല്ലാതാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവർക്ക് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവർക്കെല്ലാം തന്നെ അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അല്ലാഹു ഇല്ലാതാക്കി കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം ദമ്പതികളുണ്ട്. ആ ദമ്പതികൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. സ്വാലിഹായ മക്കളെ അവർക്ക് അല്ലാഹു അനുഗ്രഹിച്ചു നൽകുമാറാവട്ടെ. ഒരുപാട് സ്ത്രീ സഹോദരിമാർ പലനിരക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഗർഭിണികളായ സ്ത്രീകൾ മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളെ നൽകുകയും അവരുടെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു അവർക്ക് മുക്തി നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ധാരാളം സഹോദരന്മാർ, രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സഹോദരന്മാർ ഒരുപാട് പ്രയാസങ്ങളും മാനസികമായ വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനവും ഈ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദീസുകളുമെല്ലാം കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്കും അതോടൊപ്പം തന്നെ
അത് ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷകന്മാർക്കും എഴുത്തുകാർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുകയും അവർക്കെല്ലാം ഈ രംഗത്ത് കൂടുതൽ ആഫിയത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യവും അവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.